എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈ കന്നിമൂലയുടെ വിഷയമാണ് പ്രധാനമായിട്ടും അറിയാൻ വലിയ താല്പര്യമുള്ളത്. അപ്പോൾ കന്നിമൂലയിൽ കക്കൂസ് പാടില്ല, അല്ലെങ്കിൽ അവിടെ സെപ്റ്റിക് ടാങ്ക് പാടില്ല, അതല്ലെങ്കിൽ അവിടെ അടുക്കള ഒരിക്കലും വരാൻ പാടില്ല തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ സാമാന്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. കന്നിമൂലയിൽ പോർച്ച് വരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കന്നിമൂലയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ കക്കൂസ് വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് വരുന്നതുകൊണ്ട് പോലുള്ള അങ്ങനത്തെ ഒരു പ്രശ്നമല്ല പോർച്ച് വരുന്നതുകൊണ്ട് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ പറയും കന്നിമൂല, അതായത് തെക്ക് പടിഞ്ഞാറ് മൂല ഉയർന്ന് നിൽക്കണം, അവിടെ താഴ്ന്നു കിടക്കാൻ പാടില്ല. ഇത് സാമാന്യമായിട്ട് പറയുന്ന കാര്യമാണ്. അതിപ്പോൾ വീടിൻ്റെ കന്നിമൂലയായാലും പ്ലോട്ടിൻ്റെ കന്നിമൂലയായാലും തെക്ക് പടിഞ്ഞാറ് മൂലയായാലും എപ്പോഴും ഉയർന്നു നിൽക്കേണ്ടതായുള്ളൊരു സ്ഥാനമാണ്. എപ്പോഴും തെക്കും പടിഞ്ഞാറും ഉയർന്നു കിടക്കണം. വീടിൻ്റേതാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂല, അതിനെയാണ് നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉയർന്നു നിൽക്കുകയാണ് വേണ്ടത്. പോർച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ താഴ്ന്നു കിടക്കുക എന്നുള്ളതായുള്ളൊരു കാര്യം വരും. എന്തായാലും നമ്മൾ തറയോടൊപ്പം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പോർച്ചിൻ്റെ പ്രയോജനം നമുക്ക് ലഭിക്കില്ല. അപ്പോൾ അവിടെ നമുക്ക് പോർച്ചിന് പകരം പ്രധാനമായിട്ടും കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്ഥാനമായിട്ടാണ് പറയുക. എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയുടെ കേന്ദ്രമായിട്ടാണ് നമ്മൾ കന്നിമൂലയെ കാണുന്നത്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം വരണം എന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. മാസ്റ്റർ ബെഡ്റൂം ആവാം, അതല്ലെങ്കിൽ അവിടെ മറ്റേതെങ്കിലും മുറികളാവാം, അതുമല്ലെങ്കിൽ അവിടെ വരാന്തയാവാം, എന്തു വന്നാലും വിരോധമൊന്നുമില്ല. പക്ഷെ പോർച്ച് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ താഴ്ന്നു കിടക്കുന്നൊരു അവസ്ഥ വരും. അപ്പോൾ ആ താഴ്ന്നു കിടക്കുന്ന അവസ്ഥ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിനുള്ള മറുപടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് പോർച്ച് വരേണ്ട വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ വേറൊരാൾ ഇതേപോലെ തന്നെ ചോദിച്ചു, അവിടെ വരാന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ മറ്റു പലരും സൂചിപ്പിക്കുന്നുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്ഥാനമാണത്, അതുകൊണ്ട് അവിടെ വരാന്ത വരാൻ പാടുമോ എന്നൊക്കെ. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മളവിടെ പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ കന്നിമൂല എപ്പോഴും എന്താ പറയുക, എനർജിയുടെ ഒരു കേന്ദ്രമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഗൃഹനാഥൻ വസിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഗൃഹനാഥൻ കിടന്നുറങ്ങേണ്ടതായുള്ള, വിശ്രമിക്കേണ്ടതായുള്ള ഒരു സ്ഥാനമായിട്ട് മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള നിലയ്ക്കാണ് അവിടെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരേണ്ടത് എന്ന് പൊതുവേ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആശയം ഉയർന്നു വന്നിട്ടുള്ളത്. വാസ്തവത്തിൽ നമ്മൾ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അങ്ങനെ അവിടെ മാസ്റ്റർ ബെഡ്റൂം തന്നെ പാടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ അവിടെ മാസ്റ്റർ ബെഡ്റൂം തന്നെ വേണമെന്നൊന്നുമില്ല. വരാന്തയാവാം, അല്ലെങ്കിൽ ചില ഗൃഹങ്ങളിലൊക്കെ പൂർവികമായിട്ട് നമ്മൾ കാണുന്നതായുള്ള ചില ഗൃഹങ്ങളിൽ അവിടെ പൂജാമുറി വരെ വെച്ചിട്ടുള്ളതായുള്ള ഇത് കണ്ടിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളുണ്ട്. അപ്പോൾ പൂർവികരായിട്ടുള്ള ആചാര്യന്മാർ അവിടെ പൂജാമുറി എന്നുള്ള ഒരു രീതിയിൽ അവിടെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് ആചാര്യന്മാരെ അംഗീകരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അവിടെ പൂജാമുറിയോ അല്ലെങ്കിൽ വരാന്തയോ ഒക്കെ വരുന്നതിന് വിരോധമില്ല. ഇനിയിപ്പോൾ ആധുനിക രീതിയിലുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എപ്പോഴും ഒരു എനർജിയുടെ കേന്ദ്രം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ പൂജാമുറി ആയാലും എനർജിക്ക് അല്പം പോലും കുറവ് തട്ടാത്ത ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ വരാന്ത ആയാലും അതിനിപ്പോൾ എനർജിക്കൊന്നും ബാധിക്കില്ല. എപ്പോഴും അശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ ബാത്റൂം തുടങ്ങിയുള്ള സാധനങ്ങളൊന്നും അവിടെ പാടില്ല എന്ന് പറയുന്നത്.
അപ്പോൾ എപ്പോഴും അങ്ങനെ അശുദ്ധമാവാത്ത രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ കന്നിമൂലയിൽ വരുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പോർച്ച് പാടില്ല, കാരണം അവിടെ താന്നു കിടക്കാൻ പാടില്ല. ഇത്രയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും വരാനുണ്ട്. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കൂടി ഞങ്ങൾ ഇതിൽ വെക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ച് സംശയം തീർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.